ഹായ് ഫ്രണ്ട്സ്, മൈ പെർഫെക്റ്റ് സ്ട്രേഞ്ചറിന്റെ അവസാനത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ടൈം ട്രാവൽ ചെയ്യാൻ തയ്യാറായ ഹേജനെയും യൂനിനെയുമാണ്. എന്നാൽ അവർ അറ്റാണൽ പാസ് ചെയ്തെങ്കിലും അവർക്ക് ടൈം ട്രാവൽ ചെയ്യാൻ സാധിച്ചില്ല. അവർക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. അങ്ങനെ അവർ രണ്ടുപേരും തിരിച്ച് ആ വില്ലേജിലേക്ക് തന്നെ പോയി. രണ്ടുപേർക്കും നല്ല വിഷമമുണ്ട്. ഫ്യൂച്ചറിൽ പോയി ഒരുമിച്ച് ജീവിക്കാനൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. ഇപ്പോൾ അത് നടക്കാത്തതിന്റെ വിഷമമാണ് രണ്ടുപേർക്കും. അങ്ങനെ അവർ രണ്ടുപേരും ആ വിഷമം മാറാനായി ഡ്രിങ്ക്സ് അടിക്കുന്നു. ആ സമയത്താണ് ഹേജന് ഈ ടൈം ട്രാവൽ കാർ എങ്ങനെയാണ് ലഭിച്ചത് എന്ന് യൂൻ തിരക്കുന്നത്. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടില്ലേ, ആ കാര്യങ്ങളെല്ലാം ഹേജൻ യൂനിനോട് പറയുന്നു. അതായത് മഴയത്ത് ഹേജൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഹേജന്റെ കൺട്രോൾ പോയി. ആ സമയത്താണ് താൻ ഈ ടൈം ട്രാവൽ കാർ കണ്ടുപിടിച്ചത് എന്നൊക്കെ ഹേജൻ യൂനിനോട് പറയുന്നു. അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ ഹേജൻ പറയുന്നു. അറിയാതെ ആയാലും ഇവര് രണ്ടുപേരും ഒരുമിച്ച് ടൈം ട്രാവൽ ചെയ്തില്ലേ, ആ ദിവസത്തെ കാര്യമാണ് ഹേജൻ പറയുന്നത്. അന്ന് ഹേജൻ ടൈം ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഹേജന് ഒരു കോൾ വന്നിരുന്നു. അത് ആരാണ് വിളിച്ചത് എന്ന് ഹേജൻ അറിയില്ല. ആ വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹേജനും യൂനും അറിയാതെ തന്നെ ടൈം ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയാണ് ആ ടൈം ട്രാവൽ കാറും കേടായത്. ആരാണ് വിളിച്ചതെന്ന് ഹേജന് അറിയില്ല. എന്നാൽ ഇത് ഹേജന് മാത്രമേ ശരിയാക്കാൻ സാധിക്കുള്ളൂ എന്നൊക്കെയാണ് വിളിച്ച ആ വ്യക്തി പറഞ്ഞത്. ആരാണ് വിളിച്ചത് എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. പിന്നീട് നമ്മൾ അടുത്ത ദിവസമാണ് കാണുന്നത്. ഹേജനാണെങ്കിൽ ആ ടൈം ട്രാവൽ സിസ്റ്റം എങ്ങനെയെങ്കിലും ശരിയാക്കാനുള്ള തത്രപ്പാടിലാണ്. എന്നാൽ യൂൻ ഇതെല്ലാം കണ്ട് കളിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ട് ഹേജൻ അവളോട് അകത്ത് കയറി പോവാൻ പറഞ്ഞിട്ട് ആ ഡോർ അടയ്ക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സുന്യയാണ്. പുള്ളിപ്പിള്ളാര് തന്റെ ബുക്ക് മേടിക്കുന്നത് സുന്യയെ കാണുന്നു. സുന്യയെ ആ കൊലയാളി തട്ടിക്കൊണ്ടു പോയതിനു ശേഷം സുന്യ സ്കൂളിൽ പോയിരുന്നില്ല. പുള്ളിപ്പിള്ളാര് സന്തോഷത്തോടെ തന്നെ സുന്യ സ്കൂളിലേക്ക് ക്ഷണിക്കുന്നു. ഇനി പുള്ളിപ്പിള്ളാര് കാരണം സുന്യക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ കാര്യങ്ങളെല്ലാം സുന്യ യൂനിനോട് പറയുന്നു. സ്കൂളിൽ വെച്ച് കാണാം എന്നൊക്കെ അവർ ആദ്യം പറയുന്ന സമയത്ത് തനിക്ക് പേടിയായിരുന്നു. എന്നാൽ താൻ ഇപ്പോൾ ഹാപ്പിയാണ് എന്നൊക്കെ സുന്യ പറയുന്നു. അങ്ങനെ സുന്യ യൂനിന് ഒരു ഗിഫ്റ്റ് എല്ലാം കൊടുക്കുന്നു. അത് സുന്യയുടെ തന്നെ ആദ്യത്തെ ബുക്കായിരുന്നു. ഇപ്പോൾ പബ്ലിഷ് ചെയ്തില്ലേ, ആ ബുക്ക് തന്നെയാണ് സുന്യ യൂനിന് നൽകിയത്. അതിനകത്ത് യൂനിനോട് നന്ദി പറഞ്ഞുകൊണ്ട് സുന്യ ഒരു നോട്ട് എഴുതിയിരുന്നു. ഇത് വായിച്ച യൂൻ ആകപ്പാടെ ഇമോഷണൽ ആവുന്നു. തനിക്ക് ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് യൂൻ സുന്യയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഹേജനെയും യൂനിനെയുമാണ്. ടൈം ട്രാവൽ കാർ ശരിയായോ എന്നൊക്കെ യൂൻ തിരക്കുന്നു. എന്നാൽ ഇതുവരെയായിട്ടും ടൈം ട്രാവൽ കാർ ശരിയായിട്ടില്ല. കാർ ശരിയാവുന്നത് വരെ അവർക്ക് സമയമുണ്ട്. ആ സമയം വരെ നമ്മുടെ ഫാമിലിയുടെ കൂടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ ഹേജനും യൂനും പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ പ്ലാൻ ചെയ്ത പ്രകാരം ഹേജൻ പ്രിൻസിപ്പളുടെ കൂടെയാണ് പോകുന്നത്. ഹേജന്റെ അച്ഛനാണെങ്കിൽ ജയിലിലും അമ്മയാണെങ്കിൽ ആ വില്ലേജ് വിട്ടു പോവുകയും ചെയ്തു. ഇപ്പോൾ ഹേജന്റെ കൂടെ പ്രിൻസിപ്പൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഹേജൻ പ്രിൻസിപ്പളിനെ വിളിച്ച് പുറത്തേക്ക് വന്നത്. അവര് രണ്ടുപേരും ഒരു ഫിഷിംഗ് സ്പോട്ടിലേക്കാണ് എത്തിയത്. ഫ്യൂച്ചറിൽ നമുക്ക് ഈ സ്ഥലത്ത് വെച്ച് തന്നെ മീറ്റ് ചെയ്യാം എന്നൊക്കെ അവർ രണ്ടുപേരും പ്രോമിസ് ചെയ്യുന്നു. അതേസമയം യൂൻ അവളുടെ അച്ഛന്റെ അമ്മയുടെയും കൂടെയാണ്. അവര് മൂന്നുപേരും സൈക്ലിങ്ങിനാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ സുനിയ സൈക്കിൾ ചവിട്ടി പോയി. എന്നാൽ യൂനിന് സൈക്കിൾ ചവിട്ടാൻ അറിയില്ലായിരുന്നു. ഫ്യൂച്ചറിൽ ഹേസബ് ഇതൊന്നും യൂനിനെ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് തന്റെ മകളാണെന്നുള്ള കാര്യം ഹേസബിന് അറിയില്ല. എന്നിട്ട് പോലും ഹേസബ് യൂനിനെ സൈക്കിൾ ചവിട്ടാനായി പഠിപ്പിക്കുന്നു. അങ്ങനെ അവസാനം യൂൻ സൈക്കിളൊക്കെ ചവിട്ടിയെങ്കിലും അത് അധികം നേരം നിന്നില്ല. അവൾ പെട്ടെന്ന് തന്നെ താഴെ വീണു. യൂനിന് സൈക്കിൾ ചവിട്ടാൻ അറിയാഞ്ഞിട്ടും അവളുടെ കൈ സൈക്കിൾ കൊടുത്തു വിട്ടതിന് സുൻഹെ ഹേസബിനെ വഴക്ക് പറയുന്നു. അവളുടെ കയ്യിൽ ഈ മുറിവ് പാടായാൽ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സുൻഹെ ഹേസബിനെ അടിക്കുന്നു. ഈ സമയമെല്ലാം യൂൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. സോറി എന്ന രീതിയിൽ ഹേസബ് യൂനിന് ഫുഡെല്ലാം വാരി കൊടുക്കുന്നു. ആദ്യമായിട്ടാണ് അവളുടെ അച്ഛൻ അവളെ ഇങ്ങനെയൊക്കെ കെയർ ചെയ്യുന്നത്. അതിൽ യൂൻ ഒരുപാട് സന്തോഷത്തിലാണ്. തനിക്കും അതേപോലുള്ള ഒരു നല്ല ഫ്യൂച്ചർ കിട്ടും എന്നൊക്കെ യൂൻ ഓർക്കുന്നു. അങ്ങനെ ഹേജൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയത്താണ് ആരോ ഒരാൾ ഹേജന്റെ വീട്ടിലേക്ക് എത്തുന്നത്. ഹേജന് അതാരാണെന്ന് അറിയില്ല. പക്ഷെ ഈ വന്ന ആള് നല്ല പരിചയത്തോടെ തന്നെയാണ് ഹേജനോട് സംസാരിക്കുന്നത്. അന്ന് ഹേജനും യൂനും ടൈം ട്രാവൽ ചെയ്ത സമയത്ത് ഹേജന് ഒരു കോൾ വന്നിരുന്നില്ലേ, ആ കോൾ ചെയ്ത വ്യക്തിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ ഇയാൾ ആരാണെന്ന് ഹേജനോട് പറയുന്നു. അത് വേറെ ആരുമല്ല, ഹേജന്റെ മകനാണ്. എന്തൊക്കെയും നടക്കുന്നത്? 2020 മരിക്കാൻ പോകുന്ന ഹേജൻ തന്റെ മരണം തടയാൻ വേണ്ടിയിട്ടാണ് 1987 ടൈം ട്രാവൽ ചെയ്തത്. അങ്ങനെ 2020 മരിക്കാൻ പോകുന്ന ഹേജന് എങ്ങനെയാണ് ഇതേപോലുള്ള ഒരു മകൻ വരുന്നത്? കൺഫ്യൂഷനായി അല്ലേ? ഇതിനൊക്കെയുള്ള ഉത്തരം നമുക്ക് വഴിയെ കാണാം. ശരിക്കും ആ ടൈം ട്രാവൽ കാർ ഹേജന് നൽകിയത് തന്നെ ഹേജന്റെ മകനായിരുന്നു. നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഹേജന്റെ മകൻ ഹേജന് ആ കാർ നൽകിയത്. എന്നാൽ ഇപ്പോൾ ആ ടൈം ട്രാവൽ സിസ്റ്റം കേടായതുകൊണ്ടാണ് ഫ്യൂച്ചറിൽ നിന്ന് ഹേജന്റെ മകൻ എത്തിയിരിക്കുന്നത്. വേറൊന്നിനുമല്ല, ആ ടൈം ട്രാവൽ സിസ്റ്റം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചറിൽ നിന്ന് മകൻ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഹേജന്റെ മകൻ ആ ടൈം ട്രാവൽ സിസ്റ്റം ശരിയാക്കുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് യൂൻ എത്തുന്നത്. യൂനിന് ഹേജന്റെ മകൻ വന്നു എന്ന കാര്യമൊന്നും അറിയില്ല. ഇനി ഇത് ഹേജന്റെയും യൂനിന്റെയും മകനാണോ എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. അങ്ങനെ ടൈം ട്രാവൽ കാർ ശരിയായി എന്നൊക്കെ ഹേജൻ യൂനിനോട് പറയുന്നു. അവർ തിരിച്ച് അവരുടെ ടൈം ലൈനിൽ പോകുന്നതിന് മുന്നേ തന്നെ ഹേജന് തന്റെ അമ്മയെ കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഹേജൻ ആ വില്ലേജിൽ നിന്ന് പോയ തന്റെ അമ്മയെ കണ്ടുപിടിച്ച്
അവരുടെ അടുത്തേക്ക് എത്തി. ഹേജിന്റെ അമ്മ ഇപ്പോൾ ഹേജിനെ പ്രഗ്നന്റ് ആണ്. ഹേജൻ ജനിച്ചാൽ ഉടനെ തന്നെ ഹേജിനെ പ്രിൻസിപ്പളിന് നൽകും. പിന്നീട് പ്രിൻസിപ്പളാണ് ഹേജിനെ വളർത്തുന്നത്. ജനിച്ചാൽ ഉടനെ തന്നെ തന്റെ മകനെ വിട്ടു നൽകുന്നതിന്റെയൊക്കെ കുറ്റബോധത്തിലാണ് ഓണർ ലേഡി. എന്നാൽ കുറ്റബോധം ഒന്നും വേണ്ട, നല്ല രീതിയിൽ തന്നെയായിരിക്കും നിങ്ങളുടെ മകൻ അവിടെ വളരുന്നത് എന്നൊക്കെ ഹേജൻ പറയുന്നു. അങ്ങനെ കുറെ നേരം അവരിരുന്ന് സംസാരിക്കുന്നു. അങ്ങനെ ഹേജൻ അമ്മയോട് സംസാരിച്ച് തിരിച്ചു വരുന്ന സമയത്താണ് യൂൻ കാറിനെ കുറിച്ച് തിരക്കുന്നത്. ആരാണ് ടൈം ട്രാവൽ കാർ ശരിയാക്കിയത് എന്നൊക്കെയാണ് യൂൻ തിരക്കുന്നത്. എന്നാൽ തന്റെ മകനാണെന്നൊന്നും ഹേജൻ പറയുന്നില്ല. അന്ന് ടണലിൽ വെച്ച് തന്നെ കോൾ ചെയ്തില്ലേ, ആ വ്യക്തിയാണ് ടൈം ട്രാവൽ കാർ ശരിയാക്കിയത് എന്ന് മാത്രമാണ് ഹേജൻ പറഞ്ഞത്. ആരാണ് ആ വ്യക്തി എന്ന് യൂൻ തിരക്കിയപ്പോഴും അത് സീക്രട്ട് ആണെന്നാണ് ഹേജൻ പറഞ്ഞത്. അപ്പോഴാണ് നമുക്ക് ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നത്. ഹേജനും മകനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ്. നമുക്കുള്ള പോലെ സംശയം തന്നെയാണ് ഹേജനും ഉള്ളത്. അതായത് 2020 മരിച്ച തനിക്ക് എങ്ങനെയാണ് ഇതേപോലുള്ള ഒരു മകൻ ഉണ്ടാവുന്നത് എന്ന സംശയം ഹേജൻ തിരക്കുന്നു. ശരിക്കും 2020 ഹേജൻ മരിച്ചിരുന്നില്ല. 2020 ആ കൊലയാളി, അതായത് ഹേജന്റെ അച്ഛൻ ഹേജനെ ഉപദ്രവിച്ചിരുന്നു. എന്നാൽ അതിൽ ഹേജൻ മരിച്ചിരുന്നില്ല. ടൈം ട്രാവൽ ചെയ്തു പോയ ഹേജൻ തന്റെ അച്ഛൻ ഉപദ്രവിച്ചിട്ടിരിക്കുന്ന ഹേജനെയാണ് കണ്ടത്. ആ ഹേജൻ വിചാരിച്ചത് തന്നെ ആ ടൈം ലൈനിൽ ആരോ കൊന്നു എന്നാണ്. എന്നാൽ ഹേജൻ അന്ന് മരിച്ചിരുന്നില്ല. അങ്ങനെയാണ് ഹേജന് ഈ മകൻ ഉണ്ടാവുന്നത്. യൂനാണോ ഇവന്റെ അമ്മ എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. ഇപ്പൊ എന്തായാലും ആരാണ് അമ്മ എന്നൊന്നും പറയുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും ടൈം ട്രാവൽ ചെയ്യാൻ വേണ്ടിട്ട് ആ ടണലിന്റെ അടുത്തേക്ക് എത്തുന്നു. അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഫ്യൂച്ചറിൽ വെച്ച് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവർ ടൈം ട്രാവൽ സിസ്റ്റം ഓൺ ചെയ്യുന്നു. 2020ലേക്കല്ല 2021ലേക്കാണ് അവർ ടൈം ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ തന്നെ ആ ടണൽ ലക്ഷ്യമാക്കി യാത്രയായി. അവർ തങ്ങളുടെ ടൈം ലൈനിലേക്ക് തിരിച്ചെത്തിയോ എന്നൊക്കെ കൺഫ്യൂഷനിലിരിക്കുന്നു. അപ്പോഴാണ് അവരുടെ രണ്ടുപേരുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നത്. അതായത് ഇപ്പോൾ അവരുടെ ടൈം ട്രാവൽ സക്സസ് ആയിരിക്കുകയാണ്. രണ്ടുപേരും തിരിച്ച് അവരുടെ ടൈം ലൈനിലേക്ക് തന്നെ തിരിച്ചെത്തി. ഫോണിലെ മെസ്സേജ് എല്ലാം കണ്ട് രണ്ടുപേരും ആകപ്പാട് സന്തോഷിക്കുന്നു. അതേസമയം തന്നെയാണ് ഹേജന്റെ ഗ്രാൻഡ് പ വിളിക്കുന്നത്. അതായത് പ്രിൻസിപ്പൽ ഹേജനെ വിളിക്കുന്നത്. 2021 ഗ്രാൻഡ് പയാണ് ഇപ്പോൾ ഹേജനെ വിളിക്കുന്നത്. യൂനിനെ ആണെങ്കിൽ യൂനിന്റെ അമ്മയും വിളിക്കുന്നു. ടൈം ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ യൂനിന്റെ അമ്മ മരണപ്പെട്ടതായിരുന്നു. എന്നാൽ അവർ പാസ്റ്റിൽ പോയി അവിടെ വരുത്തിയ മാറ്റം കൊണ്ട് തന്നെ ഇപ്പോൾ യൂനിന്റെ അമ്മ ജീവനോടെ തന്നെയുണ്ട്. അങ്ങനെ യൂൻ നേരെ ചെല്ലുന്നത് യൂനിന്റെ വീട്ടിലേക്കാണ്. യൂനിന്റെ വീട് കണ്ട് അവൾക്ക് തന്നെ ആകപ്പാട് ഷോക്ക് ആവുന്നു. ഇപ്പോൾ അവര് താമസിക്കുന്നത് വലിയൊരു വീട്ടിലാണ്. ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി വീട്ടിലാണ് ഇപ്പോൾ യൂനൊക്കെ താമസിക്കുന്നത്. ആ സമയമാണ് യൂനിന്റെ അച്ഛനും അമ്മയും പെട്ടെന്ന് തന്നെ യൂനിനെ കണ്ടുകൊണ്ട് അവളുടെ അടുത്തേക്ക് എത്തുന്നത്. അതായത് നമ്മുടെ സുൻഹയും ഹേസബും ആണിത്. രണ്ടുപേർക്കും ഒരുപാട് പ്രായമായല്ലേ. ഇപ്പോഴാണെങ്കിൽ ഹേസബിന്റെ കാലിന് ഒരു പ്രശ്നവും ഇല്ല. അതേപോലെ തന്നെ താൻ ആഗ്രഹിച്ച രീതിയിൽ നല്ലൊരു റൈറ്റർ ആവാൻ സുൻഹയ്ക്കും കഴിഞ്ഞു. അവര് മൂന്നുപേരും ഇപ്പോൾ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡിൽ യൂനിന്റെ അച്ഛനും അമ്മയും എങ്ങനെയാണ് ജീവിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നെല്ലാം ഒരു വേറത്തെ ലൈഫ് തന്നെയാണ് അവരിപ്പോൾ ജീവിക്കുന്നത്. യൂൻ ടൈം ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ നോവലിസ്റ്റിന്റെ എഡിറ്റർ ആയിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. എന്നാൽ ടൈം ട്രാവൽ ചെയ്തതിനു ശേഷം ഇപ്പോൾ സ്വന്തം അമ്മയുടെ എഡിറ്റർ ആയിട്ടാണ് യൂൻ വർക്ക് ചെയ്യുന്നത്. നോവലിസ്റ്റ് ആണെങ്കിൽ യൂനിനെ കൊണ്ട് ഒരുപാട് എഡിറ്റ് ചെയ്യിപ്പിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ യൂനിന്റെ അമ്മ യൂനിനെ കൊണ്ട് ഒരുപാട് എഡിറ്റ് ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല. ഇത്രയ്ക്ക് എഡിറ്റ് ഒന്നും ചെയ്യണ്ട എന്നൊക്കെയാണ് സുനിയ പറയുന്നത്. ഇങ്ങനെ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ നീ തന്നെ ഒരു നോവൽ എഴുത് എന്നൊക്കെ സുനിയ പറയുന്നു. സുനിയെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഹേസബു ഉണ്ട്. ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്ന ഹേസബ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തന്റെ ഫാമിലിക്കാണ്. പ്രത്യേകിച്ചും തന്റെ ഭാര്യയായ സുനിയയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഇവരുടെ പഴയ ലൈഫും ഇപ്പോഴത്തെ ലൈഫും കാണുമ്പോൾ നമുക്ക് തന്നെ എന്തൊരു സന്തോഷം തോന്നുന്നില്ലേ. എല്ലാത്തിനും കാരണം ആ ടൈം ട്രാവൽ കാറാണ്. അങ്ങനെ നമ്മുടെ യൂനും മൈ പെർഫെക്റ്റ് സ്ട്രേഞ്ചർ എന്ന പേരിൽ ഒരു നോവൽ എഴുതുന്നു. ടൈം ട്രാവൽ ചെയ്ത് പോയ കാര്യങ്ങളൊക്കെയാണ് യൂൻ അതിൽ എഴുതുന്നത്. ഹേജനും ഹേജന്റെ ഗ്രാൻഡ് പേ, അതായത് പ്രിൻസിപ്പളിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോയി. അതിനുശേഷം ഹേജൻ തിരിച്ച് ഹേജന്റെ ജോലിയിലേക്ക് തന്നെ തിരിച്ചു കയറി. അതായത് ഹേജൻ ഒരു റിപ്പോർട്ടറായി വർക്ക് ചെയ്യലായിരുന്നു. ആ ജോലിയിലേക്ക് തന്നെ ഹേജൻ തിരിച്ചു കയറി. ഫേമസ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടറായിട്ട് പോലും ടൈം ട്രാവലിന് മുന്നേ യൂൻ ഹേജനെ കണ്ടിട്ടില്ലായിരുന്നു. ടൈം ട്രാവൽ ചെയ്ത് വന്നതിന് ശേഷം യൂൻ ഹേജന്റെ ന്യൂസ് റിപ്പോർട്ട് എല്ലാം വെക്കുന്നു. യൂൻ ന്യൂസ് വെക്കുന്നത് കണ്ടിട്ട് ഹേസബിന് തന്നെ അതിശയമായി. കാരണം ഇതുവരെയായിട്ടും അവൾ അങ്ങനെ ന്യൂസ് ഒന്നും കാണാറില്ല. പക്ഷെ ഇത് യൂൻ ആയതുകൊണ്ടാണ് അവൾ ആ ന്യൂസ് എല്ലാം കാണുന്നത്. അതിനുശേഷം യൂൻ ഹേജന്റെ ഓഫീസിൽ ചെന്ന് കാണുന്നു. തിരിച്ചു വന്നതിന് ശേഷം അവർ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൈകോർത്തു പിടിച്ച് നടക്കുന്നു. ഓൾറെഡി യൂനിന്റെ പേരൻസ് യൂനിനെ പാസ്റ്റിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടില്ലേ. ഇപ്പോൾ യൂൻ ഫ്യൂച്ചറിൽ വരുന്ന സമയത്ത് പേരൻസിന് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ എന്നൊക്കെ ഏജന്റ് തിരക്കുന്നു. ഇത്രയും വർഷം കഴിഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ സുനിയയ്ക്കും ഹേസബിനും യൂനിന്റെ മുഖം അത്രയ്ക്ക് ഓർമ്മയില്ല. തന്റെ ഫ്രണ്ടിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് തന്റെ മകൾക്കും തന്റെ ഫ്രണ്ടിന്റെ അതേ പേര് തന്നെ ഇട്ടത്. അവർക്കറിയില്ലല്ലോ ഫ്യൂച്ചറിൽ നിന്ന് പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് സ്വന്തം മകൾ തന്നെയായിരുന്നു അതെന്ന്. അങ്ങനെ യൂൻ ഈ കാര്യങ്ങളെല്ലാം ഹേജനോട് പറയുന്നു. തന്റെ മകളാണെങ്കിൽ വളർന്നു വരും തോറും തന്റെ ഫ്രണ്ടിനെ പോലാണ് ഇരിക്കുന്നത് എന്നൊക്കെ സുനിയ പറയുന്നു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹേജനും യൂനും ആകപ്പാട് ചിരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ബുക്ക് സ്റ്റോളിലേക്ക് എത്തിയിരിക്കുന്ന യൂനിനെ
ഇങ്ങനെയാണ്. അപ്പോഴാണ് അവിടെ വെച്ച് നോവലിസ്റ്റിനെ യൂൻ കാണുന്നത്. പണ്ടത്തെ പോലെയല്ല നോവലിസ്റ്റ് ഇപ്പോൾ നോവലിസ്റ്റ് അല്ല. പണ്ടത്തെ പോലെ ആ ഫാൻ ബേസ് ഒന്നും ഇപ്പോൾ നോവലിസ്റ്റിനില്ല. സാധാരണ ഒരു സ്ത്രീയെ പോലാണ് ഇപ്പോൾ നോവലിസ്റ്റ്. നോവലിസ്റ്റ് ശരിക്കും ഇങ്ങനെയാവാൻ കാരണം തന്നെ നോവലിസ്റ്റിന്റെ ബ്രദറും അമ്മയുമാണ്. എന്നിരുന്നാലും അവൾക്ക് ഇപ്പോൾ ഡിസർവ് ചെയ്തിരിക്കുന്ന ലൈഫ് തന്നെയാണ് ഇപ്പോൾ നോവലിസ്റ്റിന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നോവലിസ്റ്റ് ആരുടെയും ലൈഫ് അടച്ചു മാറ്റിട്ടല്ല ജീവിക്കുന്നത്. അതോർത്തെങ്കിലും അവൾക്ക് സമാധാനമായി തന്നെ ജീവിക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഒതുക്കി ഹേജുനും യോനും ബീച്ചിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അവർ രണ്ടുപേരും ഇപ്പോൾ ഹാപ്പിയാണ്. അവരുടെ ലൈഫിൽ എന്താണോ ഡിസർവ് ചെയ്തത് അത് അവർക്ക് തന്നെ കിട്ടി. രണ്ടുപേരും അങ്ങനെ ബീച്ചിൽ കൈപിടിച്ച് നടക്കുന്നു. ശരിക്കും ഫ്യൂച്ചറിൽ നിന്ന് വന്ന ഹേജുന്റെ മകനെ നമ്മൾ കണ്ടിരുന്നില്ലേ? അത് ശരിക്കും ഹേജുന്റെ മാത്രം മകനല്ല, ഹേജുന്റെ യോനിന്റെ കൂടെ മകനാണ്. അതായത് അവർ ഉറപ്പായിട്ടും കല്യാണം കഴിക്കുകയും അവർക്കൊരു കുട്ടി ജനിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഡ്രാമ അവസാനിക്കുന്നത്. ഈ ഡ്രാമ ആദ്യം മുതലേ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്നും ഈ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു ഡ്രാമയായിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.